നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദമാണ് ഇപ്പോൾ കേരളത്തെ പിടിച്ചു കുലുക്കുന്ന പ്രധാനപ്പെട്ട വിവാദം. അതിൽ ഏറ്റവും നിർണായകമായ ഒരു ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി ഇപ്പോൾ നിയമിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരമായിരിക്കാം. എന്തായാലും 98, 99 മുതലുള്ള ശബരിമലയിലെ മുഴുവൻ പഴയ ചരിത്രങ്ങളും ചികഞ്ഞെടുക്കും. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇത് ഈ അതിന്റെ കൊള്ളയുടെ ഈ പഴയ ചരിത്രങ്ങൾ മുഴുവൻ ഇതിൽ പുറത്തു വരാൻ സാധ്യതയുണ്ട്? സത്യത്തിൽ 2019 നടന്ന സ്വർണം പൂശൽ വിവാദം ഉണ്ടല്ലോ, അതിലെന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതേക്കുറിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം വരിക. 1998 സ്വർണം പൂശുന്നത്. 98 സ്വർണം പൂശിയതിന് ശേഷം, പൂശിയതാണോ പൊതിഞ്ഞതാണോ എന്ന് തർക്കം നിൽക്കുന്നുണ്ട്. അത് മേൽക്കൂര പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അന്ന് പക്ഷേ ഇലക്ട്രോപ്ലേറ്റിംഗ് ഉപയോഗിച്ചിട്ടല്ല പൂശുകയല്ല ചെയ്തതെന്നും ചെറിയ വളരെ നേർത്ത ഷീറ്റ് ഉണ്ടാക്കി ആ ഷീറ്റ് പതിപ്പിക്കുകയാണ്, ക്ലാഡ് ചെയ്താണ് എന്ന് ഏതാണ്ട് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം അത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും, മേൽക്കൂര പരിശോധിച്ചാൽ മതി. അന്നും ഇത്രത്തോളം പ്ലേറ്റിംഗിന്റെ സാധ്യതകൾ ഇല്ല. ഇത് ഒട്ടകത്തോലിൽ അടിച്ച് പരത്തുകയായി 24 കാരറ്റ് സ്വർണം അടിച്ച് പരത്തി ചെറിയ ഷീറ്റ് ഉണ്ടാക്കി ആ ഷീറ്റ് ഈ നോട്ട് പുസ്തകത്തിന്റെ ഇടയിൽ ആണ് സൂക്ഷിക്കുക എന്നാണ് ഇത് അന്ന് വലിയ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അങ്ങനെയാണ് ഇത് ക്ലാഡ് ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ഈ ക്ഷേത്ര ദ്വാരപാലകന്റെ ശില്പത്തിന് മുകളിലും പതിപ്പിച്ചിട്ട് ഉറപ്പാണ്. അത് 1.5 കിലോ മുതൽ 2 കിലോ വരെ ആണ് ആ രണ്ട് ചേർത്ത് ചെയ്യുന്നത്. ആ സ്വർണം എവിടെ പോയി എന്നത് വലിയ ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുക എന്നതാണ് ഈ എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് നടക്കട്ടെ, അതൊരു വശം. രണ്ടാമത്തെ വശം, 2025 സ്വർണം പൂശുന്നുണ്ട്. 2025 സ്വർണം പൂശിയത് എന്തിന് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന ന്യായം, ഈ 2019 സ്വർണം പൂശിയതിന്റെ ഗ്യാരണ്ടി അത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്, അതിന് മങ്ങിയതുകൊണ്ട് വീണ്ടും പൂശാങ്ക് നൽകി എന്നാണ് പറയുന്നത്. അതിലൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്, എങ്ങനെ ഇദ്ദേഹത്തിന് തന്നെ വീണ്ടും നൽകി എന്ന്. അപ്പോഴും ദേവസ്വം ബോർഡ് പറഞ്ഞ ന്യായം, അങ്ങനെ അദ്ദേഹത്തിന് നൽകിയിരുന്നില്ല, സ്വർണം പൂശാൻ തീരുമാനിക്കുന്നു, ഉദ്യോഗസ്ഥർ തന്നെ കൊണ്ടുവരികയാണ് ചെയ്തത്. കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് പറ്റിയ ഒരു തെറ്റ് സ്പെഷ്യൽ ഓഫീസർ അറിയിച്ചില്ല. 2015 അത് 2025 അന്ന് പൂശ കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ സ്വർണം 397 ഗ്രാമും തിരിച്ചു വരുമ്പോൾ 407 ഗ്രാമുമാണ്. അതുകൊണ്ട് 10 ഗ്രാം സ്വർണം കൂടിയാണ് ചെയ്തത്, കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നവുമില്ല. ആ സ്വർണം പൂശിയ ക്ഷേത്ര ദ്വാരപാലക ശില്പം ഈ 14 അവിടെ സ്ഥാപിക്കും. 14 17 എന്ന് ഡേറ്റ് കൺഫ്യൂഷൻ ഉണ്ട്. 17 14 അവിടെ സ്ഥാപിക്കും. ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇപ്പോൾ 2025 പ്രശ്നത്തിൽ അത്ര വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ VN വാസവൻ രാജിവെക്കണം, പ്രശാന്ത് രാജിവെക്കണം എന്ന് പറയുന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ മുന അവിടെ ഒടിയുകയാണ് ചെയ്യുന്നത്. പക്ഷേ 2019 കാര്യമായ തകരാറ് നടന്നിട്ടുണ്ട്, അഴിമതി നടന്നിട്ടുണ്ട്. അത് ആരാണ് എന്ന് കണ്ടെത്തേണ്ടത്. അവിടെ ചോദ്യം എന്തറിയോ? ഈ പറയുന്ന 2019 ഈ പറയുന്ന തട്ടിപ്പ് നടന്നു എന്നുള്ളത് വ്യക്തമാണ്. സ്വർണ്ണപ്പാളിയോ സ്വർണം പൂശുകയോ സ്വർണം പൊതിയോ ചെയ്ത ആ സാധനം കൊണ്ടുപോയി തിരികെ വന്നപ്പോ സ്വർണവുമില്ല, ഒരു ചെമ്പിന്റെ പുറത്ത് എന്തോ ഒരു നിറം പൂശി കൊണ്ടുവരുന്നു. ഇത് വ്യക്തമായി മനസ്സിലായി. അത് പറയുന്നതാരാണ്? അതാ രസം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പറഞ്ഞത്. എനിക്ക് കിട്ടിയത് സ്വർണത്തിന്റെ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല. അല്ല, 2025 എന്തിനു പൂശിയെന്ന് ചോദിക്കുമ്പോൾ 2019 പെയിന്റ് അടിക്കുകയായിരുന്നു എന്ന് പറയുന്നതാരാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ. ആരാണ് ഇത് പൂശ കൊണ്ടുപോയത്? പോറ്റി തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഈ 2019 തിരികെ കൊണ്ടുവന്നപ്പോൾ സ്വർണമായിരുന്നോ വെറും നിറമായിരുന്നോ എന്നത് പരിശോധിച്ചില്ല. കൊണ്ടുപോയപ്പോൾ എത്ര സ്വർണം ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ചില്ല. ഈ 2023 മുതൽ അല്ലെങ്കിൽ 22 മുതൽ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞ വ്യക്തി അവിടുത്തെ ദേവസ്വം വിജിലൻസിന്റെ കൃത്യമായ ഒരു നിരീക്ഷണത്തിലാണ്. അങ്ങനെ ഒരു വ്യക്തി ഈ പറയുന്ന 25 ഈ പറയുന്ന കരാറുമായി എത്തുമ്പോൾ അവിടെയും അയാൾ അംഗീകരിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അതിന് ദേവസ്വം ബോർഡ് പറയുന്ന ന്യായം, അയാളാണ് ഗ്യാരണ്ടർ, അയാളാണ് 2019 പൂശിയ അദ്ദേഹമാണ്. അപ്പോൾ ഗ്യാരണ്ടി കാലത്തിന് മുമ്പ് മങ്ങലേറ്റു. അതുകൊണ്ട് ഗ്യാരണ്ടി ആരാണോ അയാൾ തന്നെയാണ് പൂശി തരേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇങ്ങനെ ഒരു ബോഗസ് പേഴ്സൺ, ഒരു ദുരൂഹതയുള്ള ഒരു മനുഷ്യൻ, തട്ടിപ്പുകാരനാണെന്ന് ഏറെക്കുറെ ദേവസ്വം വിജിലൻസിന് മനസ്സിലായ ഒരു മനുഷ്യനെ വീണ്ടും എന്തിനാണ് 2025 ഇവർ അടുപ്പിച്ചതെന്നുള്ള തെറ്റല്ലേ? ആവശ്യമേ ഇല്ല. ദേവസ്വം ബോർഡിന്റെ ശബരിമല ഇത്രയും പ്രധാനപ്പെട്ട ഒരു ശില്പത്തിന് സ്വർണം പൂശണമെങ്കിൽ
ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ വേണമെന്നില്ല സ്പോൺസർഷിപ്പ് കണ്ടെത്താൻ. ലോകത്ത് ലോകത്ത് ആര് തയ്യാറാകും? അതിനൊരു ചെറിയ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നൂറുകണക്കിന് ആളുകൾ തയ്യാറായി വരും. ദേവസ്വം ബോർഡിന് തന്നെ നേരിട്ട് ചെയ്യാമായിരുന്നു. പിന്നെ എന്തിനു പോറ്റി ഏൽപ്പിച്ചെന്ന ചോദ്യം പ്രസക്തമാണ്. അതും അന്വേഷണ വിധേയമാകേണ്ടത് തന്നെയാണ്. ഇത് കുറെ ആളുകൾ ചേർന്നിട്ടുള്ള ഒരു തട്ടിപ്പാണ്, കൊള്ളയെന്ന് തന്നെ പറയാം. ശബരിമലയിലെ അമൂല്യമായി ഇത് എനിക്ക് വേറൊരു കാര്യം പറയുന്നത്, ഈ ഒരു കിലോ മുതൽ 2 കിലോ വരെ സ്വർണ്ണമെന്ന് അങ്ങ് പറഞ്ഞു. ഈ സ്വർണത്തിന്റെ കമ്പോള വിലയല്ല ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത്. ഇപ്പൊ ശബരിമല സന്നിധാനത്ത് ശബരിമല എല്ലാം നട തുറക്കുന്ന സമയത്തെല്ലാം ഈ ദ്വാരപാലകർക്കും സ്വാഭാവികമായും പൂജകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ശബരീശ സന്നിധിയിൽ ഇരുന്ന ഒരു വസ്തുവിന്റെ വില നമുക്ക് മതിക്കാനാവില്ല. ചിലപ്പോൾ ഇതിനകത്ത് പുറം ലോകത്ത് ചിലപ്പോൾ സ്വർണത്തിന്റെ 100 ഇരട്ടി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന മോഹം എടുത്ത് വാങ്ങിക്കാൻ ആളുണ്ടാവും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കാം ഇതിനെ കൊണ്ടുപോയതെന്ന്. പ്രധാനപ്പെട്ട സംഭവം അറിയോ, 2019 കൊണ്ടുപോയ സ്വർണം പൂശിയ ചെമ്പുപാളി, ആ പാളിയുടെ തുക കുറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുന്ന് കൊണ്ടുപോയത് അങ്ങനെ പോറ്റി അടിച്ചു മാറ്റുകയും പകരം വേറൊരു ചെമ്പ് പാളി മോൾഡ് ചെയ്ത് കൊണ്ടാക്കി അതിന്റെ മുകളിൽ സ്വർണം പൂശി എന്ന് പറയുന്നു. അതാണ് കൊണ്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മറ്റേ ഒറിജിനൽ സ്വർണ്ണപാളി എവിടെ ഉണ്ടാവും? ഇന്ത്യയിലെ തന്നെ അല്ലെ വിദേശത്തുള്ള ഏതോ സമ്പന്നന്റെ പൂജാമുറിയിൽ അത് സൂക്ഷിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കലാണ് പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറഞ്ഞ അന്വേഷണ സംഘത്തിന്റെ ദൗത്യം. അപ്പൊ ചിലപ്പോ ഇതിന് ഉന്നതമാർ പലരും കൊടുക്കാൻ സാധ്യതയുണ്ട്. ആരുടെ കയ്യിലേക്കാ പോകുന്ന പറയാൻ കഴിയും. ഈ ശബരിമല ഉണ്ടായിരുന്ന 2019 അഴിച്ചു കൊണ്ടുപോയ സ്വർണ്ണ പാളി അല്ല തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് യാതൊരു സംശയവുമില്ല. അപ്പൊ അത് എവിടെയോ ഉണ്ട്, അത് കണ്ടെത്തേണ്ടതുണ്ട്. ഒന്നാമത്തെ പ്രശ്നം അതാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ 2025 കൊണ്ടുപോയത് എന്തിന്, അത് എന്തുകൊണ്ട് പരിശോധിച്ചില്ല? കൊണ്ടുപോയതിനു മുമ്പ് സ്വർണം തന്നെയാണോ എന്തുകൊണ്ട് പരിശോധിച്ചില്ല? അങ്ങനെ അതൊരു വിദഗ്ധ സമിതിയെ വെച്ചാൽ മതി. ഈ ഇലക്ട്രോപ്ലേറ്റിംഗ് സാങ്കേതിക വിദ്യ അറിയുന്ന ഒരു വിദഗ്ധ സമിതി ഉദ്യോഗസ്ഥൻ ആരും വന്ന് പരിശോധിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നുവെങ്കിൽ ഇതൊരു പ്രശ്നം ഉണ്ടാകും. ഇതിന്റെ മറ്റിവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, സ്പോൺസർഷിപ്പ് ചെയ്യുന്നു, അവർ സ്വർണം തരുന്നു, നമ്മൾ സാധനം കൊണ്ടു കൊടുക്കുന്നു, അവരാണ് പണം മുടക്കുന്നത് എന്ന തരണത്തിലൊരു വളരെ ലാഘവത്തോടു കൂടിയാണ് കാണുന്നത്. കാര്യം പറയട്ടെ, ഇതിനകത്ത് ആ വാദങ്ങളെല്ലാം തുടക്കത്തിലെ പൊളിയാണ്. ഇതിനകത്ത് കണ്ഠരര് രാജീവര് ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. നമ്മൾ ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ഒരു നേർച്ച നമ്മൾ കൊടുത്തു, അവിടെ വിഗ്രഹവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഒരു കാര്യം ചെയ്തു. ഇതൊരിക്കലും പ്രത്യേകിച്ച് ശബരിമലയിൽ നിന്ന് ആ സാധനം ആ ശ്രീകോവിലിന്റെ ചുറ്റളവ് വിട്ട് പുറത്തു പോകാൻ പാടില്ല. അതിന് ചൈതന്യം നഷ്ടപ്പെട്ടു. ആരെല്ലാം തൊട്ടും പിടിച്ചും ഒക്കെ സ്വാഭാവികമായിട്ട് അത് ആ ചൈതന്യം നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ കൃത്യമായി ശബരിമല മാനുവലിലുണ്ട്, ശബരിമല ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് വിജയ് മല്യ പണിക്കാരെ കൊണ്ടു നിർത്തി അവിടെ വെച്ച് ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് കൊണ്ടുപോയി ചെയ്തിട്ട് കൊണ്ടുവരാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഉള്ളൊരു സ്ഥലത്ത് 98 ചെയ്തു, 2009 ഇത് പൊളിച്ചു കൊണ്ടുവരുന്നു, 20 കൊണ്ടുവന്നു. അപ്പൊ ഇതൊക്കെ ഈ നോട്ടപ്പിശകോ അല്ലെങ്കിൽ സാങ്കേതികമായി പറയുന്ന ന്യായീകരണം അല്ല, ഇത് പച്ചയായ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്നു. സത്യത്തിൽ ഇതിന്റെ പിറകില് ഒരു വലിയൊരു ഗൂഢസംഘം, വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ വലിയൊരു ഗൂഢസംഘമുണ്ട്. ഇത് ഇവിടുന്ന് അഴിച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കോടികളാണ് മറിയുന്നത് വീട്ടിൽ. പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇത്. എനിക്ക് അത്ഭുതം തോന്നുന്നത്, ശബരിമലയുള്ള ഇത്രയും വലിയൊരു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിന്റെ വാതിലിൽ ഇരിക്കുന്ന സ്വർണം, ദ്വാരവാതിലെ പൊതിയുന്ന സ്വർണം ഒക്കെ പട്ടാപ്പകൽ കൊള്ളയുന്നു. അതുപോലെ തന്നെ ഏറ്റവും രസകരമായ കാര്യം, അന്ന് കൊണ്ടുപോയപ്പോ ആ ഒരു ദേവസ്വം സെക്രട്ടറിയോ തിരുവാഭരണ കമ്മീഷണറോ എഴുതിയിരിക്കുന്നത് ചെമ്പുപാളിയാണ് കൊടുത്തുവിടുന്നത്. ഭയങ്കര അപകടകരമായ സംഭവമായിരുന്നു അത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ന്യായം. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വിജിലൻസ് കൊടുത്തിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് അതൊരു അബദ്ധം പറ്റിപ്പോയതാണ് എന്ന്. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൊടുത്ത ചെമ്പുപാളിന്ന് എഴുതി, അത് തന്നെ എല്ലാവരും ആവർത്തിച്ച് എഴുതി എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശബരിമലയിൽ തന്നെയാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യുന്നത്? എനിക്കൊരു സംശയമുണ്ട് കേട്ടോ, ഈ ശബരിമലയിൽ ഈ കടുശർക്കര പ്രയോഗം ആ സമ്പ്രദായ പ്രകാരം ഉണ്ടാക്കിയ പഞ്ചലോഹ നിർമ്മിത വിഗ്രഹമാണെന്ന് പറഞ്ഞത്. എനിക്ക് ആ വിഗ്രഹത്തിന്റെ പ്യൂരിറ്റിയിൽ ഒരു സംശയം. ചിലപ്പോ ഈ കൊറോണ സമയത്ത് ആ വിഗ്രഹം തന്നെ കൊണ്ടുപോയിരിക്കാം. അവിടെ ആരുമില്ലല്ലോ, 10-20 പേരാണ് അവിടെ ഉണ്ടായിരുന്നത് അന്ന് ആ സമയത്ത് എന്ന് പറയുന്നത്. 20ഓളം പേര് സ്ഥിരമായി താമസിക്കുന്ന 20ഓളം പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ്. ആ 20ഓളം പേരെ കൃത്യമായി ചോദ്യം ചെയ്താൽ തന്നെ ഇതിലെല്ലാ വിവരങ്ങളും പുറത്തു വരും, യാതൊരു സംശയവും. പക്ഷേ ഇതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വവും കൂടിയുണ്ട്. ആ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഭരണത്തിലിരിക്കുന്നവർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മന്ത്രിമാർ ഒക്കെ നിർവഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. അതിന് ഉത്തരവും കണ്ടെത്തേണ്ടതുണ്ട്. പക്ഷെ എന്തായാലും ഈ ഹൈക്കോടതിയുടെ നിതാന്ത ജാഗ്രതയോടുള്ള ഈ ഒരു അന്വേഷണം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഇത് മിക്കവാറും പലരുടെയും തലയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അല്ലെ? ഈ അന്വേഷണം കൃത്യമായ വഴിക്ക് പോയാൽ, പക്ഷെ പോകാതിരിക്കാൻ വഴിയില്ല. ഹൈക്കോടതിയിൽ കൃത്യമായ അന്വേഷണം പോവും, പലരുടെയും തല ഉരുളുക തന്നെ ചെയ്യും, സംശയം വേണ്ട.
കാരണം വിശ്വസിക്കുന്നവർക്ക് പറയാം അയ്യപ്പൻ്റെ സ്വത്ത് തൊട്ടാൽ കൈ കൊള്ളും എന്ന്. ഭാവിയിലെങ്കിലും ആൾക്കാർക്ക് ബോധ്യം വരുന്ന തരത്തിൽ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ നമ്മോട് പറയുന്നത്.